ഹലോ സ്റ്റുഡൻസ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടുള്ള കമ്പാരേറ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്ററാണ്. നേരെ കമ്പാരേറ്റേഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നേരെ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. നേരെ നമ്മൾ ഒരു സിഗ്നൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പാരേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ റെഫറൻസ് വോൾട്ടേജുമായിട്ട് നമുക്ക് 0 വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജസുമായിട്ട് കമ്പയർ ചെയ്യാം, നെഗറ്റീവ് വോൾട്ടേജസുമായിട്ട് കമ്പയർ ചെയ്യാം. അന്നേരം കമ്പാരിസൺ എന്ന് പറയുന്നത് പോസിറ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ 0 വോൾട്ടേജ് 0 വോൾട്ടേജിനേക്കാളും കൂടുതലാണ്, അല്ലെങ്കിൽ 0 വോൾട്ടേജിനേക്കാളും കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുന്നത് ഇപ്പോൾ 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ടേജിനേക്കാളും കൂടുതലാണ് ഇൻപുട്ട് സിഗ്നൽ, അല്ലെങ്കിൽ 5 വോൾട്ടേജിനേക്കാളും കുറവാണ്. നേരെ അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, വ്യത്യാസം വരും. നേരെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഔട്ട്പുട്ട് ഒന്നുകിൽ പോസിറ്റീവ് വിസാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് വിസാറ്റ് ആയിരിക്കും. നേരം വിസാറ്റ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം വരാൻ പറ്റുന്ന, ഔട്ട്പുട്ടിൽ വരാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ്. ആ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്യും, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മൾ 7th പിന്നിലും 4th പിന്നിലും കൊടുക്കുന്ന പോസിറ്റീവ് ഓർ നെഗറ്റീവ് VCCനെ ഡിപ്പെൻഡ് ചെയ്യും ഔട്ട്പുട്ടിൽ വരുന്ന വിസാറ്റ് എന്ന് പറയുന്ന വോൾട്ടേജ്. ഓക്കെ, അന്നേരം മാക്സിമം വോൾട്ടേജ് ആയിരിക്കും നമുക്ക്. അന്നേരം ഈ ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ പോസിറ്റീവ് വിസാറ്റിലായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് വിസാറ്റിലായിരിക്കും. അത് ഡിപ്പെൻസ് അല്ലേ. നേരെ നമ്മൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നമ്മൾ കണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പറയുന്നത്. നേരെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നമ്മൾ കണ്ടത് വി റെഫറൻസിനേക്കാളും ഹൈ ആവുന്നേരം നെഗറ്റീവ് വിസാറ്റും, വി റെഫറൻസിനേക്കാളും ലോ ആവുന്നേരം പോസിറ്റീവ് വിസാറ്റും ആയിരിക്കും. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതാണ് ഇൻവേർട്ടിംഗ് കമ്പാരേറ്ററിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ എന്ന് പറഞ്ഞത്. ശരിക്കും യൂഷ്വലി നമുക്ക് അറിയാം, ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാകുന്ന സമയത്ത് ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കണം, പോസിറ്റീവ് വിസാറ്റ് ആയിരിക്കണം. ഇനിയിപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കുറയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് വിസാറ്റ് ആയിരിക്കണം. അതേസമയം ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. ആംപ്ലിഫയറില്ല, ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. ഓക്കെ, അതേസമയം നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അതേ കണ്ടീഷൻ തന്നെ നമുക്ക് കിട്ടും. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് പോസിറ്റീവ് ഇൻപുട്ട് ടെർമിനലിലാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻപുട്ടിലാണ്, അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ റെഫറൻസ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്, നെഗറ്റീവ് ടെർമിനൽ, അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുന്നത്. ഈ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം, 0 ആവാം, 0 വോൾട്ട് ആവാം, പോസിറ്റീവ് വോൾട്ടേജ് ആവാം, നെഗറ്റീവ് വോൾട്ടേജ് ആവാം. ഇത്രയും വോൾട്ടേജ് നമുക്ക് ഇവിടെ വി റെഫറൻസിൽ കൊടുക്കാം. ഏത് വോൾട്ടേജാണ് സാധാരണ കൊടുക്കാറ്, DC വോൾട്ടേജാണ് നമ്മൾ അപ്ലൈ ചെയ്യാറ്. റെഫറൻസ് വോൾട്ടേജായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാറ് DC വോൾട്ടേജാണ്. നേരെ 0 വോൾട്ട് കൊടുക്കാം. പോസിറ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 5 വോൾട്ട്, പോസിറ്റീവ് 3 വോൾട്ട്, 12 വോൾട്ട് അങ്ങനെയുള്ള വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ നെഗറ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് 5 വോൾട്ട്, നെഗറ്റീവ് 1 വോൾട്ട്, ആ വാല്യൂസും നമുക്ക് ഇവിടെ വി റെഫറൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താവാം, നമ്മളിപ്പോൾ സൈൻസോയിഡൽ വേവ് ഫോമിനെ പറ്റിയാണ് പറയുന്നത്. സൈൻസോയിഡൽ വേവ് ഫോം തന്നെ കൊടുക്കണമെന്നില്ല, ട്രയാങ്കുലർ വേവ് ഫോം കൊടുക്കാം, സ്ക്വയർ വേവ് കൊടുക്കാം, ദെൻ സോട്ടൂത്ത് വേവ് ഫോം കൊടുക്കാം, ഏത് വേണമെങ്കിലും നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. നേരെ ഇൻപുട്ടുമായിട്ട് വി റെഫറൻസുമായിട്ട് ഇൻപുട്ടിനെ കമ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വി ഇൻപുട്ട് സിൻസോയിഡൽ വേവ് ഫോം തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു സൈൻ വേവ് ആണ്. ഓക്കെ, അന്നേരം ഇൻവേർട്ടിംഗ് കമ്പാരേറ്ററിൽ ഒന്നും കൂടി പറയാം, 2 ഇൻപുട്ടുണ്ട്. ഒന്ന് വി റെഫറൻസ് ഇൻപുട്ടും ദെൻ വി ഇൻപുട്ടും. വി ഇൻപുട്ട് എന്ന് പറയുന്നത്
നമ്മൾ കൊടുക്കുന്ന സിഗ്നലാണ്. വി റഫറൻസ് എന്ന് പറയുന്നത് DC വോൾട്ടേജ് ആവാം, 0 വോൾട്ട് ആവാം, പോസിറ്റീവ് DC ആവാം, നെഗറ്റീവ് DC ആവാം. ഓക്കെ, ഇനി ഇതിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്കിംഗ് വരുന്നത് നോക്കാം. ഇതിൽ നമുക്കറിയാം ഓപ്പാമ്പിന് 2 ഇതാണുള്ളത്. ഇപ്പം നെഗറ്റീവ് ഇൻപുട്ടിൽ ഞാനൊരു നെഗറ്റീവ് ഇൻപുട്ടിൽ ഒരു 5 വോൾട്ടേജ് കൊടുക്കുന്നു. DC 5 വോൾട്ട് അപ്ലൈ ആണ്. പോസിറ്റീവ് ഇൻപുട്ടിൽ AC അപ്ലൈ ചെയ്തു. ഇതിൽ വേറെയൊന്നും കൊടുക്കാനില്ല നമുക്ക്. ഇവിടെ പോസിറ്റീവ് VCC അപ്ലൈ ചെയ്യും, നെഗറ്റീവ് VCC അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും ഔട്ട്പുട്ട്? എന്നാൽ സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് വോൾട്ടേജിലാണ്. റഫറൻസ് വോൾട്ടേജായ 5 വോൾട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് വോൾട്ടേജിലാണ്. നോക്കുക, നമുക്ക് ഇത് രണ്ടും വരക്കുകയാണെങ്കിൽ ഇത് സൈൻ വേവ് അല്ലേ. ഇനി ഇതെന്താണ്? 5 വോൾട്ട്. ഈ സൈൻ വേവ് എന്ന് പറയുന്നത് പോസിറ്റീവ് 10 വോൾട്ട് മുതൽ നെഗറ്റീവ് 10 വോൾട്ട് വരെ. പീക്ക് ടു പീക്ക് വോൾട്ടേജ് 20 വോൾട്ട്, 0 വോൾട്ട്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം ഈ 5 വോൾട്ടിനേക്കാളും കൂടുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ. ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ടിനേക്കാളും കൂടുന്നു. ഇപ്പോൾ 8 വോൾട്ടേജ് ആണെന്നിരിക്കുക. സൈൻ വേവിൻ്റെ വോൾട്ടേജ് 8 വോൾട്ട് ആവുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാണ് ഈ പോർഷൻസ് വരുന്ന സമയത്ത് ഇൻപുട്ട് സിഗ്നലായ സൈൻ വേവിനേക്കാളും റെഫറൻസ് വോൾട്ടേജ് കുറവാണ്. ആ ടൈമിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് ഹൈ കിട്ടും. ആ ടൈമിൽ മാത്രം. ബാക്കി എല്ലാ സമയത്തും ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കുറവാണ്. നമുക്കെങ്ങനെ കിട്ടാം? ഇത് അതുവരെ ലോ ആയിരിക്കും, അപ്പോൾ ഹൈ വോൾട്ടേജ്, പിന്നെയും ലോ വരും, ഇവിടെ ഹൈ വോൾട്ടേജിലേക്കും ഇങ്ങനെയായിരിക്കും വരും. അതായത് ഇത് നെഗറ്റീവ് VSAT, ഇത് 0 വോൾട്ട്, ഇത് പോസിറ്റീവ് VSAT. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അന്നേരം ഔട്ട്പുട്ടിൽ നമുക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന VCC എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിൽ ചെയ്യുന്ന പോലെ 12 വോൾട്ടും നെഗറ്റീവ് 12 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ VSAT എന്ന് പറഞ്ഞാൽ ഒരു 10 വോൾട്ട് ഉണ്ടാവും. 10 വോൾട്ട് നെഗറ്റീവ് VSAT എന്ന് പറയുന്നത് നെഗറ്റീവ് 10 വോൾട്ടേജ് വരും. അന്നേരം ഈ ചേഞ്ച് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അന്നേരം ഒരു പർട്ടിക്കുലർ സിഗ്നൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായി നമുക്ക് ഏത് സിഗ്നലും അനലൈസ് ചെയ്യാനോ എളുപ്പമായിരിക്കും. ഓക്കെ, അന്നേരം ഇവിടെ നമ്മൾ സൈൻ വേവിൽ എപ്പോഴാണോ സൈൻ വേവിൻ്റെ വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുന്നത് അപ്പോൾ ഔട്ട്പുട്ട് പോസിറ്റീവ് VSAT, അല്ലാത്ത സമയത്ത് നെഗറ്റീവ് VSAT. അങ്ങനെയാണ് നമുക്ക് വേവ് ഫോം എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഒന്നും കൂടി നോക്കാം. അന്നേരം ഇതിന് നോൺ ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ എന്ന് പറയുന്നത്. സോ ദ റെഫറൻസ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ നെഗറ്റീവ് ഇൻപുട്ട് ആൻഡ് Vin ഈസ് അപ്ലൈഡ് ടു ദ പോസിറ്റീവ് ഇൻപുട്ട്. ഫോർ എ സൈൻസോയിഡൽ ഇൻപുട്ട് സിഗ്നൽ ഔട്ട്പുട്ട് വേവ് ഫോം കാണുന്നത് ഇങ്ങനെയായിരിക്കും. റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് നമുക്ക് ഒന്നുകിൽ പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് കൊടുക്കാം, നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ് കൊടുക്കാം. ഇപ്പോൾ പോസിറ്റീവ് 5 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മുകളിലാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എപ്പോഴാണോ V റെഫറൻസിനേക്കാളും ഇൻപുട്ട് കൂടുന്നത് ആ ടൈമിൽ പോസിറ്റീവ് VSAT കിട്ടും, അല്ലാത്ത ടൈമിൽ എന്തായിരിക്കും? നെഗറ്റീവ് VSAT ആയിരിക്കും. ഇനി ഇൻപുട്ട് റെഫറൻസ് വോൾട്ടേജ് നെഗറ്റീവ് V റെഫറൻസിനേക്ക് ആണെങ്കിൽ, നെഗറ്റീവ് V റെഫറൻസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ -5 വോൾട്ട് -3 വോൾട്ടൊക്കെ ആണെങ്കിൽ താഴെയാണ് ലൈൻ വരുന്നത്. അപ്പോൾ നോക്കുന്ന നേരം നെഗറ്റീവ് V റെഫറൻസിനേക്കാളും, അല്ലെങ്കിൽ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വോൾട്ടേജാണ്, അതിനേക്കാളും എപ്പോഴൊക്കെ ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നോ ആ ടൈമിലെല്ലാം പോസിറ്റീവ് VSAT ആയിരിക്കും. കാരണം ഇത്രയും ടൈം വരെ, ഈ ടൈം വരെ എന്താണ് ഇൻപുട്ട് വോൾട്ടേജ്
റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് പോസിറ്റീവ് വി സാറ്റ് കിട്ടും. അതേസമയം ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം എന്തായാലും നെഗറ്റീവ് വി സാറ്റ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ പോസിറ്റീവ് വി സാറ്റ്, ദെൻ താഴെ നമുക്ക് നെഗറ്റീവ് വി സാറ്റ് കിട്ടും. എപ്പോഴാണ് നെഗറ്റീവ് വി സാറ്റ് കിട്ടുന്നത്? മൈനസ് റഫറൻസ് വോൾട്ടേജിനേക്കാളും എപ്പോഴാണോ ഇൻപുട്ട് കുറയുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പോൾ റഫറൻസ് വോൾട്ടേജ് -3 വോൾട്ട് അല്ലെങ്കിൽ -5 വോൾട്ടാണെന്നിരിക്കാം. ഇൻപുട്ട് വോൾട്ടേജ് -8 വോൾട്ട്, -9 വോൾട്ട്, -10 വോൾട്ടൊക്കെ വരുന്നേരം ഈ വി റഫറൻസിനേക്കാളും കുറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ മാത്രം നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് വി സാറ്റ് കിട്ടും. അന്നേരം വി റഫറൻസ് ഒന്നുകിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഓക്കെ, ഇതാണ് നോൺ ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ. അന്നേരം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് അറ്റ് പോസിറ്റീവ് വി സാറ്റ് for V in is greater than V reference, and it will goes to negative V sat for V in is less than V reference. രണ്ടും മനസ്സിലാക്കുക. ഇൻവേർട്ടിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് വരിക. രണ്ടും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ. ഹിയർ ഇറ്റ് ഈസ് കോൾഡ് നോൺ ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ. ഓക്കെ, അന്നേരം ഈ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരറ്ററിന് നമുക്ക് ഡിഫറെൻറ്റ്, മറ്റേത് നമ്മൾ ഇൻവേർട്ടിംഗ് കമ്പാരറ്ററിൽ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ഡിഫറെൻറ്റ് റെഫറൻസ് വോൾട്ടേജ് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പോസിറ്റീവ് 12 വോൾട്ട് മുതൽ നെഗറ്റീവ് 12 വോൾട്ട് വരെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇ സി സി മുതൽ നെഗറ്റീവ് ഇ സി സി വരെയുള്ള ഏത് വാല്യൂവും നമുക്ക് റെഫറൻസ് വോൾട്ടേജായിട്ട് കൊടുക്കാം. അന്നേരം ഇൻപുട്ടിൽ നമ്മൾ പോസിറ്റീവ് ഇൻപുട്ടിൽ നമ്മളൊരു സിഗ്നൽ കൊടുക്കുക, നെഗറ്റീവ് ഇൻപുട്ടിൽ നമുക്ക് വേണ്ട റെഫറൻസ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യാം. ആ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു ഫിക്സഡ് എൻഡ് പോസിറ്റീവ് വോൾട്ടേജിലും മറ്റേ ഫിക്സഡ് എൻഡ് നെഗറ്റീവ് വോൾട്ടേജിലേക്കും കണക്ട് ചെയ്യുക. ദെൻ വൈപ്പർ അല്ലെങ്കിൽ വേരിയബിൾ പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യാം? നെഗറ്റീവ് ഇൻപുട്ടിലേക്ക് കൊടുക്കുക. ത്രൂ എ റെസിസ്റ്റർ, ഒരു കോമ്പൻസേറ്റിംഗ് റെസിസ്റ്റർ യൂസ് ചെയ്യും. ഓക്കെ, നേരം നമുക്ക് നമ്മളെ വൈപ്പർ അല്ലെങ്കിൽ വേരിയബിൾ പോയിൻ്റ് എവിടെ ഇരിക്കുന്നോ, ഇപ്പോൾ പോസിറ്റീവ് വോൾട്ടേജിനോട് തൊട്ടടുത്താണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് റെഫറൻസ് വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് ആവാം. നെഗറ്റീവ് വോൾട്ടേജിനോട് തൊട്ടടുത്താണ് ഇരിക്കുന്നതെങ്കിൽ എന്തായിട്ട് വരും? നെഗറ്റീവ് വോൾട്ടേജ്. അന്നേരം ഈ ഒരു സ്ഥാനത്തൊക്കെ വെക്കുകയാണെങ്കിൽ -10 വോൾട്ടായിരിക്കും. ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ, ഈ ഒരു പാർട്ടിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ പോസിറ്റീവ് 10 വോൾട്ട്, പോസിറ്റീവ് 5 വോൾട്ട്, അങ്ങനെ കുറഞ്ഞ് നെഗറ്റീവിലേക്ക് പോകും. അന്നേരം ഏത് റെഫറൻസ് വോൾട്ടേജും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് നോൺ ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ. ഇതൊക്കെ അസൈൻമെൻറ്റിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. നോട്ട്സ് വീഡിയോ കണ്ട് സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് നെറ്റ് വഴിയും നോട്ട്സ് കളക്ട് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം നോട്ട്സ്. ഓക്കെ, താങ്ക് യു.